ചൂരപ്പേട്ട വളവിൽ ഇന്നലെ രാത്രി 12:45 ഈ അപകടം നടക്കുന്നത്. തിരുവനന്തപുരം തോന്നയ്ക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയി മടങ്ങി വന്ന സംഘമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. 3 ബസ്സിലായിട്ടാണ് ഈ വിനോദയാത്രാ സംഘം കൊടൈക്കനാൽ കണ്ട് മടങ്ങി വരുന്നത്. ഈ മടങ്ങി വരുമ്പോൾ അതിലൊരു ബസ് ഇത്തരത്തിൽ ഈ ചൂരപ്പേട്ട വളവിൽ വെച്ച് രാത്രി 12:45 മറിയുകയായിരുന്നു. ഈ ബസ്സിൽ ആകെ ഉണ്ടായിരുന്നത് 49 പേരാണ്. 43 വിദ്യാർത്ഥികളും 6 അധ്യാപകരും ഉൾപ്പെടെ 49 പേർ. അതിൽ 36 പേർക്ക് പരിക്കേൽക്കുന്നു. അതിൽ 6 പേരുടെ പരിക്ക് ഗുരുതരമാണ് എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത്. ഈ പരിക്കേറ്റ 36 പേരെയും ചെറുപ്പംകുരയുള്ള സ്വകാര്യ ആശുപത്രി നിലവിൽ മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇത്തരത്തിൽ ഇവിടെ അപകടം സ്ഥിരമായി നടക്കാൻ കാരണമെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ ആരോപിക്കുന്നത്. നമ്മൾ പലതവണ അധികാരികളോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, നെല്ലാപ്പാറ മുതൽ ഈ കുറിഞ്ഞുവര മേഖലകളിൽ യാതൊരുവിധ സിഗ്നൽ സംവിധാനങ്ങളുമില്ല. അപകട മുന്നറിയിപ്പ് ബോർഡുകൾ പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. കാരണം എൻ്റെ വീട് ഈ തൊട്ട് താഴെയാണ്. സ്ഥിരം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്തെങ്കിലും ചെയ്യാതെ ഇവിടെ ആൾനാശമെല്ലാം ഉണ്ടാകും. ഇതിപ്പോൾ അവിടെ ആ ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് ഇടിച്ച് അവിടെ നിൽക്കുക വണ്ടികൾ. കാറ് കയറി കഴിഞ്ഞ ആഴ്ച 2 ദിവസം എന്നാളുള്ളൂ ഉറപ്പായിട്ട്. ഏറ്റവും കൂടുതൽ നടക്കുന്ന അപകടം ഇവിടെയാണ്. തൊട്ട് താഴത്തെ വളവിലും ഈ കരോട്ട വളവിലും കയറി ഇട്ട് വെച്ചേക്കുക. താഴെ ഒരു 50 താഴ്ച താഴെ പോയിരിക്കാൻ കയറി ഇട്ട് വെച്ചേക്കുക. വണ്ടി മറിഞ്ഞ് മതിലിടിഞ്ഞ് താഴെ പോയതാ. ഇനി പോകാതിരിക്കാൻ വേണ്ടി കയറി ഇട്ട് വെച്ചേക്കുക. ബസ്സിൻ്റെ ചില്ല് തകർത്താണ് ഈ പരിക്കേറ്റ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പുറത്തേക്ക് എടുത്തത്. എന്തായാലും വിനോദയാത്രയൊക്കെ പോയി കൊടൈക്കനാലൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടു കൂടി മടങ്ങി വന്നവരാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. കോട്ടയത്ത് നിന്ന് ജമൻ തേക്കടിക്കൊപ്പം ഷിനോദ് ടി, മാതൃഭൂമി ന്യൂസ്.